ഇന്ന് നവംബർ 30 അപ്പോൾ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്രിസ്മസ് സെലിബ്രേഷൻ്റെ തുടക്കമാണ് ഇന്നിവിടെ ഈ കൊച്ചിൻ ഹിൽ പാലസ് ഹോട്ടലിൽ നടക്കുന്നത്. അപ്പോൾ അതൊരു വേറിട്ട രീതിയിലാണ് നടക്കുന്നത്. ഏറ്റവും വലിയ മുഖം കൂടിയ ക്രിസ്മസ് ട്രീ, ഏകദേശം 25 അടി ഉള്ളതാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തത്. ഓട്ടിസം ബാധിച്ച അല്ലെങ്കിൽ ന്യൂറോ ഡിസോർഡർ ഉള്ള 23 കുട്ടികളെന്ന് പറയാൻ പറ്റില്ല, വലിയ ആളുകളുണ്ട്. അവരെ സ്വന്തം കുട്ടികളെ പോലെ അല്ലെങ്കിൽ മക്കളെ പോലെ നോക്കി വളർത്തുന്ന ഡോളി ചേച്ചി നടത്തുന്ന മദർ കെയർ റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്തൻകുരിശ് ചൂണ്ടിയിലുള്ള മദർ കെയർ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലെ 23 അന്തേവാസികളും കുട്ടികൾ അവരുടെ ഒരു 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സെലിബ്രേഷനാണ് ഇന്ന് ഇവിടെ ഈ ഹോട്ടലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു കുട്ടിയുടെ ചേട്ടൻ്റെ പിറന്നാൾ ആഘോഷമായിട്ടാണ് ഇവിടെ നടത്തുന്നത്. അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഈ കൊച്ചിയിലെ ഹിൽ പാലസ് ഹോട്ടലിലെ അതിൻ്റെ ഓണറായിട്ടുള്ള ജോസഫ് ഏട്ടനാണ്. അപ്പോൾ നമുക്ക് കാണാം. അതിൻ്റെ കൂട്ടം തന്നെ ഉള്ളൊരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ക്രിസ്മസ് ട്രീയുടെ ഇനാഗ്രേഷൻ കൂടിയാണെന്ന് നമുക്ക് കാണാൻ. പുറകിൽ ഏറ്റവും വലിയ ഒരു ക്രിസ്മസ് ട്രീ ആണിത്. അപ്പോൾ അതിൻ്റെ കൂടി ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു ഇന്ന്. എന്തുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ടുള്ള കാരണം? ഇൻസിഡൻസ് ആണ്. ആക്ച്വലി ഞാനൊരു റെഗുലർ സ്കൂൾ അധ്യാപികയായിരുന്നു. മക്കളും കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആ ജോലി വിട്ടതാണ്. കുടുംബത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു മെമ്പർ ആയതുകൊണ്ടും ഞാൻ ആ ജോലി വിട്ടു. പിന്നെ തോന്നി ഡിഫറൻ്റ്ലി ഏബിളായ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ചെയ്തു. സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായി. ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ 23 മക്കൾ. 23 പേരാണ്. ഞാൻ 26 ആദ്യം പറഞ്ഞത്. 23 പേരാണ്. അപ്പോൾ എൻ്റെ 2 മക്കളോടൊപ്പം ഈ കുട്ടികളെയും കൂടിയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത്. മക്കളുടെ വലിയ മക്കളായി ഇപ്പോൾ. അപ്പോൾ ഇവർക്ക് കിട്ടാത്തത് ഫാമിലി കെയർ ആണ്. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളാണ് കൂടുതൽ പേര്. പിന്നെ സിംഗിൾ പാരൻ്റാണ് അച്ഛൻ അല്ലെങ്കിൽ അമ്മ. അപ്പോൾ അച്ഛനും അമ്മയുള്ളവരെ ഞങ്ങളുടെ കൂടെ നിർത്തൂല. ഡേ സ്കോളറായിട്ട് രാവിലെ വന്നിട്ട് വൈകിട്ട് തിരിച്ചു പോകേണ്ടി വരും. സ്ഥിരമായിട്ട് താമസിക്കുന്നതാണ് 23 പേര്. മദർ കെയർ എന്ന സ്ഥാപനം നടത്തുന്ന ഡോളി മേഡത്തിനും അവരുടെ സഹപ്രവർത്തകർക്കും ഈ കുഞ്ഞുമക്കൾക്കും ഈ അവസരത്തിൽ ഹിൽ പാലസ് ഹോട്ടലിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു സ്നേഹവിരുന്നെന്ന് വേണേൽ പറയുന്നത്. ബർത്ത്ഡേ ആഘോഷത്തെക്കാൾ ഉപരിയായി ഞാൻ ഇതിനെ സ്നേഹവിരുന്നെന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ പരിപാടികൾക്കും ഞങ്ങളോടൊപ്പം ഇദ്ദേഹമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. മോൻ്റെ ബർത്ത്ഡേ ഇവിടെ കുട്ടികളുമായിട്ടൊന്നും വളരെ സന്തോഷമായി. ഇതൊരു ബിസിനസ് മാത്രമല്ല ജോസഫ്, അദ്ദേഹം നടത്തി വരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഒരു കണ്ടിന്യൂഷൻ കൂടിയാണ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ കണ്ടത്. അപ്പോൾ അത് അദ്ദേഹം എന്താ പറയുക, തീർത്തും അതൊരു ഫ്രീ ആയിട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും ആ രീതിയിലാണ് ഫെസിലിറ്റി ഒരുക്കി കൊടുത്തത്. എന്തായാലും വളരെ നല്ല കാര്യം ജോസഫ് ഏട്ടൻ. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ജോസഫ് ഏട്ടന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ
വളർച്ച ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു. ഇന്നത്തെ പ്രത്യേകത പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് നമ്മുടെ ഹരീഷിൻ്റെയും ഹരിറാമിൻ്റെ അച്ഛനാണ് ആനന്ദനാരായണൻ സാറ്, അമ്മയാണ് വസന്ത മാം. അപ്പോൾ ഇതൊരു പ്രത്യേക ഒക്കേഷനാക്കി മാറ്റിക്കൊണ്ട് സാറ് ഈ ഗോൾഡ് ടീച്ചറുടെ മദർ കെയർ റീഹാബിലിറ്റേഷൻ സെൻ്ററിലുള്ള 23ഓളം വരുന്ന കുറച്ച് ന്യൂറോ ഡിസോർഡർ ഉള്ള കുട്ടികളുമായിട്ട് വന്നിട്ട് ഈ ഹിൽ പാലസ് ഹോട്ടലിൽ ഒരു ദിവസത്തിലെ ഒരു 4 മണിക്കൂർ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തം ഈ പിറന്നാൾ ആഘോഷമാക്കി മാറ്റിയാണ്. തീർച്ചയായും സാർ എന്താ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനും അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ പിറന്നാൾ ആഘോഷിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടുംബക്കാരൊക്കെ ആയിട്ട് മാത്രം വന്ന് ഒരു ചെറിയ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഹോട്ടലിൽ പോയി നമ്മൾ മാത്രം കുറച്ച് പൈസ ചിലവാക്കിയിട്ട് പ്രധാനമായും ഇവൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു. ഹരീഷിൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു കുട്ടികളുമായിട്ടൊന്ന് ചെലവഴിക്കണം എന്നുള്ളത്. അപ്പോൾ ടീച്ചറുമായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്നും കൂടാതെ വിചാരിച്ചു. പക്ഷേ ഇത് ഇങ്ങനെ ഒരു വലിയൊരു സംഭവമാകുമെന്ന് പ്രിൻസിപ്പൽ ചെയർമാനും വൈസ് ചെയർമാനും ഒക്കെ വന്ന ഒരു മീറ്റിംഗ് പോലെ വെച്ച് എനിക്ക് തോന്നുന്നു തികച്ചും ജോസഫ് ഏട്ടൻ്റെ നമ്മളെ ജോസഫ് സാറെന്ന് വിളിക്കും, ഞങ്ങൾ അടുപ്പുണ്ടെങ്കിൽ ജോസഫ് ഏട്ടനെന്ന് വിളിക്കും. ജോസഫ് ഏട്ടനോട് കൂടി ഒരു മനസ്സിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇവിടെ കണ്ട ഒരു ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വഴി ജീവിതത്തിൽ നമുക്ക് ഇഷ്ടംപോലെ രീതിയിൽ ആസ്വദിക്കാനും ആഘോഷിക്കാനൊക്കെ സമയമുണ്ട്, അതിൽ വേറെ വഴിയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം? കാരണം അതൊരു വലിയ ഉത്തരവാദിത്തമുള്ളൊരു മേഖലയാണ്. നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഇടയ്ക്കിട്ടിട്ട് പോകാനോ ഇടയ്ക്കൊന്ന് മാറി പോകാനോ പറ്റാത്തൊരു വഴിയാണ്. അപ്പോൾ നമ്മൾക്കൊക്കെ ഈ പുറത്തുനിന്ന് കണ്ടിട്ട് എന്താ പറയുക നന്നായി എന്നൊക്കെ പറയാമെന്നല്ലാണ്ട് ഇങ്ങനെയൊരു തീരുമാനം എടുക്കുമ്പോൾ ഒരു ജീവിതം തന്നെ ഒരു ലൈഫ് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ കാരണം? തീരുമാനം എടുത്തപ്പോൾ ഉപദേശങ്ങളായിരുന്നു ചുറ്റിനൊന്നും. എനിക്ക് പറ്റിയ പണിയല്ല. ഒരുപാട് സാറ് പറഞ്ഞതുപോലെ ഒരുപാട് അവസരങ്ങൾ നമുക്ക് വേണ്ടി കടൽ പോലെ അനന്തമായി വിശാലമായി കിടക്കുന്നു. ഇത്രയും റിസ്ക് എടുക്കുമ്പോൾ വീട്ടുകാരെന്നെ സത്യം പറഞ്ഞാൽ ഡിസ്കറേജ് ചെയ്യുകയും ചെയ്യുന്നത്. എങ്കിലും ഈ കുടുംബത്തിന് വേണ്ടി 8 മണിക്കൂർ പണിയെടുക്കുമ്പോൾ സമൂഹത്തിന് വേണ്ടി അരമണിക്കൂർ അപ്പോൾ ആ കാഴ്ചപ്പാടുള്ളത് കൊണ്ട് അപ്പൻ എന്നോട് പറഞ്ഞത് ചെയ്യുമ്പോൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ പിന്നെ കാല് പിന്നോട്ട് വയ്ക്കരുത്, അത് മുന്നോട്ട് തന്നെ ആയിരിക്കണം. അതിന് തയ്യാറാണെങ്കിൽ ജോൺ മേപ്പാത്ത് ജോൺ. അതായത് ടീച്ചർ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നത് ടീച്ചറുടെ അച്ഛനോടാണ്, അപ്പൻ എന്ന് പറയുന്നത്. അതായത് അപ്പൻ കൊടുത്ത ഉപദേശം ആദ്യം പ്രസംഗത്തിലും കേട്ടു. അതായത് 8 മണിക്കൂർ നമുക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ അരമണിക്കൂർ സമൂഹത്തിന് വേണ്ടി പണിയെടുക്കണം, അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണം. ആ ഒരു കാഴ്ചപ്പാടിലാണ് അത് ഇറങ്ങി തിരിച്ചത്. തീർച്ചയായിട്ടും ഇറങ്ങി തിരിക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ കുടുംബം എന്ന് പറയുന്ന ഒരു സാധനം കൂടെയുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഈ അവസരത്തിൽ വിളിക്കാനുള്ളത് ഹസ്ബൻഡിനെ തന്നെയാണ്. അദ്ദേഹത്തെ കൂടെ വിളിക്കാണ്ട് നമുക്ക് എങ്ങനെയായാലും ഇദ്ദേഹത്തെ കാണിക്കാണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ടീച്ചർ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ അതിട്ട് നടക്കില്ല. ഇതിനേക്കാളും ഇത്രയും അല്ലെങ്കിൽ അതിനേക്കാളും ഒരു പടിയും കൂടെ സഫർ ചെയ്യണം അദ്ദേഹമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ വിളിക്കാം. മക്കളുണ്ട് തീർച്ചയായിട്ടും. ചേട്ടാ ഒരു മിനിറ്റ്, ഇങ്ങനെ വരാൻ തന്നെ മടിയാണ് ശരിക്കും പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോളി ചേച്ചിയുടെ ഹസ്ബൻഡ് സണ്ണി ചേട്ടൻ. തീർച്ചയായിട്ടും ഒരാൾക്ക് മാത്രമായിട്ട് ഇതിൻ്റെ ക്രെഡിറ്റ് ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരാൾ വിചാരിച്ചില്ലാന്നുണ്ടെങ്കിൽ കിട്ടാനില്ല, ഇത് മുമ്പോട്ട് പോകില്ല. രണ്ടുപേരും ഒരേ മനസ്സോടുകൂടി വളരെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ സംഗതി കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു നമസ്കാരം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. വേറൊരു കാര്യം വളരെ സിമ്പിളായിട്ട് കാര്യം ചോദിക്കും. ഈ ഒരു പ്രസ്ഥാനം ഒരു മാസം ഓടിക്കണമെങ്കിൽ മനസ്സ് വേണം. മനസ്സില്ലാന്ന് ഞാൻ പറയുന്നില്ല, മനസ്സ് വേണം. തീർച്ചയായും അതെങ്ങനെ കിട്ടും? ഞങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ വേണം? 55,000 നിയറസ്റ്റ് 55,000 ആണ്. ഒരു മാസം 55,000 രൂപ വേണം അവർക്ക് ഈ പ്രസ്ഥാനം ഓടിച്ചുകൊണ്ട് പോകാനായിട്ട്. ഞാൻ ഇവിടുന്ന് കിട്ടുന്നത് മക്കളെ സപ്പോർട്ട് ചെയ്യണം. മെയിൻ സപ്പോർട്ട് മക്കളാണ്. 2 മക്കളുണ്ട്. 2 മക്കളെന്താ ചെയ്യുന്നത്? അവർ മൂത്ത മോന് എല്ലാവരും ഫാർമസി ഫീൽഡിലാണ്. മൂത്ത മോനും കുടുംബവും കാനഡയിലാണ്. അപ്പോൾ അവർ മെയിൻ സപ്പോർട്ടുണ്ട്. ജോലി കിട്ടിയ നാൾ മുതൽ അവരുടെയാണ് മെയിൻ സപ്പോർട്ട്. ഞങ്ങൾ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ
കഷ്ടിച്ച് കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ലോക്കൽ സപ്പോർട്ട്, കമ്മ്യൂണിറ്റി സപ്പോർട്ട് നമുക്ക് കിട്ടും. ഇത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയ നമ്മുടെ സപ്പോർട്ട് മെയിൻ ഫാമിലി തന്നെയാണ്. അതായത് പുറത്തുനിന്ന് സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും മക്കള് ആയിട്ട് തന്നിട്ട് Definitely. മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിലും നാട്ടുകാരും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വലിയൊരു ചാനലൊന്നും അല്ല, കാരണം ചെറിയൊരു സർക്കിളിൽ നിൽക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഇത് കാണുന്ന ആർക്കെങ്കിലും ഈ ഇവിടെ വരിക, അത് ആദ്യം പറയുന്നത് നമുക്ക് സഹായിക്കാനല്ല, തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനത്തിലേക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ റോഡിൽ ചൂണ്ടിക്കടുത്ത് വടയമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ റോഡിൽ നിന്നൊരു 200 മീറ്ററോളം 500 മീറ്റർ മാറി കഴിയുമ്പോഴാണ് ഈ മദർ കെയർ റീഹാബിലിറ്റേഷൻ സെൻ്റർ ഉള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളും ഇടാം. വിളിച്ച് ചെയ്യേണ്ടത് നിങ്ങളൊന്നും ചെയ്യണ്ട, ഒന്നും സംഭാവന കൊടുക്കണ്ട, പക്ഷേ ഒരു ദിവസമെങ്കിലും പോയി ഇവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഇവരുടെ ജീവിത രീതികളൊന്ന് കാണുക, അതിനുശേഷം തീരുമാനിക്കുക എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും എനിക്ക് കൂടുതൽ ലഭിക്കുന്നുണ്ട്, കാരണം വലിയൊരു വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു വീഡിയോ ആണ്. എന്തായാലും ഈ പ്രസ്ഥാനം നടത്തുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വലിയൊരു നമസ്കാരം പറയുന്നു. മാത്രമല്ല തീർച്ചയായിട്ടും ഞങ്ങളൊരു ദിവസം വീടിൻ്റെ അടുത്താണ്, 4 കിലോമീറ്റർ, തീർച്ചയായിട്ടും ഞാനവിടെ ഉണ്ടാവും. എൻ്റെ മക്കളെ ഏതെങ്കിലും ഒരു പറഞ്ഞാണ് ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. അവിടെ വെച്ച് കാണുന്ന ഓരോരുത്തരും ഒരു ദിവസമെങ്കിലും ഇവിടെ ചെല്ലണം, ഇവരുടെ കൂടെ ഇവരുടെ സന്തോഷത്തിൽ പങ്കാളികളാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്